ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൻ്റെ ആശയം ഇപ്രകാരമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ തലയുടെ മൂർധാവിൽ പിശാച് 3 കെട്ടുകൾ കെട്ടും. ഓരോ കെട്ടിടുമ്പോഴും പിശാച് പറയും, ഉറങ്ങിക്കോ, സമയമുണ്ടല്ലോ എന്ന്. എന്നാൽ ഒരാൾ രാവിലെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നുവെങ്കിൽ ആ കെട്ടിൽ നിന്ന് ഒന്നഴിഞ്ഞു പോകും. പിന്നീട് അംഗശുദ്ധി വരുത്തുന്നു, വുളു എടുക്കുന്നുവെങ്കിൽ 2ാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. അനന്തരം അയാൾ നമസ്കരിക്കുന്നുവെങ്കിൽ 3ാമത്തെ കെട്ടും അഴിഞ്ഞു പോകും. ഇങ്ങനെ പിശാച് കെട്ടിയ 3 കെട്ടും അഴിഞ്ഞു പോയാൽ ശുദ്ധഹൃദയനായി ഊർജ്ജസ്വലതയോടെ അയാൾ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിലോ മടിയനായി ദുശ്ചിന്തയോടുകൂടിയായിരിക്കും അയാൾ പ്രഭാതത്തിലെത്തുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഓരോ പ്രഭാതത്തെയും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അംഗശുദ്ധി വരുത്തി നമസ്കരിച്ച് നമുക്ക് വരവേൽക്കാം. പരലോകത്ത് പുണ്യം ലഭിക്കുന്ന സൽക്കർമ്മം എന്നതോടൊപ്പം തന്നെ ഈ ദുനിയാവിലെ ഓരോ ദിവസത്തെയും ഊർജ്ജസ്വലതയോടെ കർമ്മനിരതമായി സമീപിക്കാൻ അത് കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.